പഞ്ചമുട്ടിക്കഞ്ഞി, നല്ല ഉഴുന്നുപരിപ്പ് വറുത്ത ചമ്മന്തി, നല്ല വെളിച്ചെണ്ണയിൽ മൊരിച്ചെടുത്ത വഴുതിനിങ്ങ ഉപ്പേരി. ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ? കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് എൻ്റെ ഫ്രണ്ട് രാജിയുടെ പാട്ടി പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ് കേട്ടോ, പഞ്ചമുട്ടിക്കഞ്ഞി എന്നുള്ളത്. അപ്പം അതിന് വേണ്ടി പഞ്ചമുട്ടി 5 പിടി സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ആദ്യം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 പിടി പുഴുങ്ങലരി, പിന്നെ വേണ്ടത് 1 പിടി ചെറുപയർ, പിന്നെ വേണ്ടത് മെയിനായിട്ട് വേണ്ടത് കറുത്ത ഉഴുന്നാണ് കേട്ടോ. അപ്പോൾ ഒരു 3ാമത്തെ പിടി കറുത്ത ഉഴുന്ന് 1 പിടി. അപ്പോൾ ഈ ചെറുപയറും കറുത്ത ഉഴുന്നും എന്തായാലും വേണം. പിന്നെ ഈ ചെറുപയർ പരിപ്പിൻ്റെ സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ വൻപയറോ ഉണക്കപ്പയറോ ഉപയോഗിക്കാം, നമുക്ക് ചുമന്ന പയർ ഉപയോഗിക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങളുടെ കയ്യിലുള്ളത്. പിന്നെ വേണ്ടത് 1 പിടി കുതിർത്ത നമ്മുടെ കറുത്ത കടല കേട്ടോ. വെളുത്ത കടല ഇഷ്ടമുള്ളവർക്ക് അതുകൂടാം. അപ്പോൾ കറുത്ത ഉഴുന്നും ചെറുപയറും എന്തായാലും വേണം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഓരോന്നും വേറെ വേറെ നമ്മൾ നല്ല ചുമക്കനെ കരിയാതെ മണം വരുന്ന മാതിരി വറുത്തെടുക്കണം. എന്നിട്ട് ഇത് നമുക്ക് എല്ലാം കൂടി കഴുകി കുറച്ചുകൂടി സാധനങ്ങൾ 1-2 സാധനം കൂടി അതിലേക്ക് ചേർത്താനുണ്ട് കേട്ടോ. അപ്പോൾ പാട്ടി പറഞ്ഞത് മൂട്ടുവലിക്ക് മുട്ടിക്കഞ്ഞി വളരെ നല്ലതാണെന്നാണ്. കുറച്ച് തമിഴിലാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ മൂട്ടുവലി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൽമുട്ട് വേദനയൊക്കെ വരില്ലേ മഴക്കാലത്ത് തണുപ്പ് കാലത്തൊക്കെ, ആ സമയത്താണ് ഇത് കഴിക്കേണ്ടത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചേർത്തേണ്ട വേറൊരു സാധനം 1 സ്പൂൺ ഉലുവയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് കുറേയൊക്കെ നമ്മുടെ കർക്കിടക കഞ്ഞിയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേ ഡിഫറൻസിൻ്റെ ടേസ്റ്റും വ്യത്യാസമുണ്ട് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കില്ലേ നിങ്ങൾ, കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ എനർജി നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹമാണ്. അപ്പോൾ എനിക്ക് എനർജി ഉണ്ടാവണം, നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും വേണം കേട്ടോ. ലൈക്കും വേണം, ഷെയറും വേണം, സബ്സ്ക്രൈബും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉഴുന്ന് പരിപ്പ് ചമ്മന്തി ഉണ്ടാക്കണം. അതിനുവേണ്ടി ഒരേ അളവിൽ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും വറ്റൽ മുളകും കൂടി ഞാൻ നന്നായിട്ട് വറുത്തോട്ടുള്ളൂ. ഇനി അതിലേക്ക് പുളി ഇട്ടു, ഒരു 2 വലിയ സ്പൂൺ തേങ്ങ ചരുവിയത് കൂടി ചേർത്തി. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ, നമ്മളുടെ ഉപ്പ് ഇട്ടുള്ളൂ, മറന്നില്ല, ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമ്മളുടെ ഉഴുന്നുപരിപ്പ് ചമ്മന്തി റെഡിയായി. ഇത് നമ്മുടെ പാലക്കാട് സ്പെഷ്യലാണ് കേട്ടോ. എൻ്റെ അമ്മമ്മയുടെ ഫേവറേറ്റ് ചമ്മന്തിയാണിത്. എൻ്റെ അമ്മമ്മ എപ്പോഴും ഉണ്ടാക്കുന്ന ചമ്മന്തിയാണിത്. അപ്പോൾ രാജിയുടെ പാട്ടി പറഞ്ഞു തന്ന പഞ്ചമുട്ടിക്കഞ്ഞിയും എൻ്റെ അമ്മമ്മയുടെ ഫേവറേറ്റ് നമ്മുടെ ഉഴുന്നുപരിപ്പ് ചമ്മന്തിയും, ഇത് 2 നല്ലൊരു കോംബോ ആണ്. ഇതിൻ്റെ കൂടെ നല്ലൊരു വഴുതിനിങ്ങ ഉപ്പേരി, നാടൻ വഴുതിനിങ്ങ വെളിച്ചെണ്ണ ഒഴിച്ച് മുരിച്ചെടുത്തത്. അതിലൊന്നും ഇട്ടിട്ടില്ലായിട്ടുള്ളൂ, വെറുതെ പച്ചമുളകും പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, വഴുതിനിങ്ങ, പിന്നെ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വരട്ടിയെടുത്തു. ഇവിടെ രാവിലെ തുടങ്ങി, ഇന്ന് മഴയാണ്, മഴ നിന്നിട്ടേലേ, ഈ മഴയത്ത് പറ്റിയ ഒരു കോംബോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ട്രൈ ചെയ്യൂ, കർക്കിടകത്തിന് പറ്റിയ കഞ്ഞിയാണ്. ഇപ്പം നമ്മൾ ആ പയറും പരിപ്പും എല്ലാം അരിയൊക്കെ കൂടെ നന്നായിട്ട് കഴുകിയെടുത്തോളൂ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിടരുത്, മഞ്ഞൾപ്പൊടിയൊന്നും ഇടരുത്. നിങ്ങൾക്ക് ജീരകം ഇഷ്ടമാണെങ്കിൽ ഒരു 2 മണി ജീരകം ഇപ്പിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുക്കറിൽ ഒരു 4-5 അടി അടിച്ചു. പിന്നെ ഉപ്പ് ഞാൻ ഇടാൻ, ഞാൻ ആ പയറ് വെന്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. കൂട്ടത്തിൽ നമ്മളുടെ വഴുതിരിഞ്ഞ് അവിടെ കിടന്ന് മൊരിയുണ്ടല്ലോ. ഇതാ നമ്മുടെ പയറ് പരിപ്പൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുഴയ്ക്കാൻ നോക്കൂ. ഞാൻ കുറച്ച് കട്ടിയായിട്ടാണ് നമുക്ക് കഞ്ഞി ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ചുടുവെള്ളം ഒഴിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ അരി 1 പിടിയുടെ സ്ഥലത്ത് 2 പിടി നിങ്ങൾക്ക് അരി കൂടുതലിടണമെങ്കിൽ അങ്ങനെ ഇടാട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായി ഇളക്കി, ഇത് വെന്തിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് നന്നായിട്ട് ആവശ്യത്തിന് ചുടുവെള്ളം ആ കുക്കറിലൊന്ന് ഒഴിച്ച് ചുറ്റിച്ച് ഞാനത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളയ്ക്കട്ടെ. തിളയ്ക്കുമ്പോൾ നമുക്ക് അതിലേക്ക് 1 പിടി തേങ്ങ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പ് ആദ്യം ഞാൻ ഇട്ടിരുന്നില്ലല്ലോ, വെന്തിട്ടില്ലല്ലോ, അപ്പോൾ ഉപ്പ് ഇട്ടു. ഇനി ഇത് നല്ല നെയ്യ് ഇട്ടിട്ട് ഈ ഉപ്പേരിയും ചമ്മന്തിയും ഒക്കെ കൂട്ടിയിട്ട് ഈ കഞ്ഞിയും ഈ കോംബോ ഒന്ന് കഴിച്ചു നോക്കൂ. പാട്ടി പറഞ്ഞു അവർ ആഴ്ചയിൽ 1 ദിവസം ഇത് എല്ലാ സമയത്തും കഴിക്കുന്നു. അപ്പോൾ അവർക്ക് ഈ വേദനകളുമൊക്കെ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് ഈ കഞ്ഞി വളരെ നല്ലതാണെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റിയാണ്, നല്ല മണമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വരും, നമുക്ക് എല്ലാവർക്കും കൂടി കഞ്ഞി കുടിക്കാം. ഇവിടെ നല്ല മഴയുമാണിപ്പോൾ. അപ്പോൾ ശരിയായിട്ടുള്ളൂ, നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.